എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രി 10 മണിയോടെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും അറിയാൻ സാധിക്കുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ അഡ്മിഷനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിച്ച് സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ ഏതൊക്കെ വിവരങ്ങളാണ് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിങ്കുകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അല്ല, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കിലാണ്, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ടുള്ള, അതായത് യൂസർ നെയിം എന്ന് പറയുമ്പോൾ അത് ആപ്ലിക്കേഷൻ നമ്പറാണ്. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും അതിന് താഴെയായിട്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയായിരുന്നാലും കിട്ടാത്ത വിദ്യാർത്ഥികളായിരുന്നാലും ആ ഒരു പേജിൽ നിങ്ങൾക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. അതിൽ നിന്നും നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ആ ഒരു നിങ്ങൾ അപേക്ഷിച്ച അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആ ഒരു സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തതിന് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പുതിയ കുറേ സ്കൂളും കോഴ്സുകളൊക്കെ ആഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന അടുത്തുള്ള സ്കൂളുകളൊക്കെ നിങ്ങൾ വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടാവും, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് അപേക്ഷയിലെ വിവരങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലോഗിൻ ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി ഉണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റുക. ഒരു തവണ നിങ്ങൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്ഷൻ കൊടുക്കുന്നത്, അതുപോലെ അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് തുടരാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു സെൻഡ് OTP ഓപ്ഷൻ അതായത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള പേജിൽ നിങ്ങൾ നേരത്തെ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിൽ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കുക, അതായത് ആ ഒരു തെറ്റായിട്ടുള്ള വിവരങ്ങൾ തിരുത്തുക. അങ്ങനെ തിരുത്തിയതിന് ശേഷം മറ്റെന്തെങ്കിലും വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, ഇതുപോലുള്ള വിവരങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ കോഴ്സ് ഓപ്ഷനുകളാണ്. അപ്പോൾ സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ +2ന് ശേഷം എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അതിനനുസരിച്ചുള്ള അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സ്കൂൾ കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ആദ്യമൊക്കെ ബയോളജി സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, അതായത് ആദ്യം ബയോളജി സയൻസ് എല്ലാ സ്കൂളിലും കൊടുക്കുക, പിന്നീട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സ്കൂളിലും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അതിനിടയിലൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൊമേഴ്സ് അടുത്ത ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ കൊടുത്ത ശേഷം കൊമേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ കൊടുക്കുക, പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ, അതായത് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, വേണമെങ്കിൽ 100-200 ഓപ്ഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള സ്കൂളിൽ, അതായത് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസായിട്ട് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു സബ്മിറ്റ് ഓളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. ഒരു പച്ച കളറിലാണ് ആ ഒരു പേജ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിച്ച് എവിടെയെങ്കിലും, അതായത് പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സോ
സ്കൂളോ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളും കോഴ്സുകളും കൊടുക്കാനായിട്ട് അത് നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിലായിരിക്കണം കൊടുക്കേണ്ടത്, അല്ലാതെ മിക്സഡ് ആയിട്ട് കൊടുക്കരുത്. അതായത് ആദ്യം ഒരു സ്കൂളിൽ ബയോളജി, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, പിന്നീട് കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ്, പിന്നീട് അടുത്ത സ്കൂളിൽ ബയോളജി സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ബയോളജി സയൻസ് എല്ലാ സ്കൂളിലും കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ്, ഈ ഒരു ബയോളജി സയൻസ് കൊടുത്തതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ സയൻസ് ബാക്കി എല്ലാ സ്കൂളിലും കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം മാത്രം അടുത്തത് കൊമേഴ്സ് കൊടുക്കുക എല്ലാ സ്കൂളുകളിലും. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് അല്ല ഹ്യൂമാനിറ്റീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും ഫൈനലായിട്ട്, ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനൊക്കെ ഓപ്ഷനായിട്ട് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഒന്നാമത്തെ ഓപ്ഷനൊക്കെ ആയിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ട് ഉണ്ടാവും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായിട്ട് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അതൊക്കെ കൃത്യമായിട്ട് വരുത്തുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ പറ്റുക. ഒരു തവണ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരുവിധ എഡിറ്റുകളും തേർഡ് അലോട്ട്മെൻറ്റ് വരെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.